ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തക്കികളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയിൽ തുടങ്ങുന്ന ആയത്തുകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 19-ാമത്തെ വചനമാണ് ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ആയത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപ് ആമുഖമായി ചിലത് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാലാകാലങ്ങളായി സ്ത്രീവിരുദ്ധതയുടെ ആൾരൂപമായി ഇസ്ലാമിനെയും അതിൻ്റെ വേദഗ്രന്ഥങ്ങളെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യാപകമായി ചിലർ. സ്ത്രീ സ്വാതന്ത്ര്യത്തെ തടഞ്ഞ മതമായും അവളെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ച മതമായും ഇസ്ലാമിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും നാട്ടിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. സയനിസ്റ്റ് ചിന്താധാരകളും നിരീശ്വര നിർമ്മതവാദ ചിന്താ പ്രസ്ഥാനങ്ങളും ഈ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇടപെടലുകൾ നടക്കുന്നു എന്ന ബോധ്യത്തോടു കൂടിയാവണം ഈ ആയത്തിനെ നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹൻ, സ്ത്രീകളെ ബലമായി നിർബന്ധമായി അനന്തരം എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. വലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅലി മാ ആതൈതുമൂഹുന്ന, നിങ്ങൾ നൽകിയതുമായി അവർ പോകുന്നതിനെ തൊട്ട് തടയുന്നതിനു വേണ്ടി, അങ്ങനെ അവർ പോകാതിരിക്കാൻ അവരെ തടഞ്ഞു നിർത്തുന്നതും നിങ്ങൾക്ക് അനുവദനീയമല്ല. ഒരുപക്ഷെ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നതായി കാണാം, ജാഹിലിയ കാലഘട്ടത്തിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ഈ ഒരു രീതി നിലനിന്നിരുന്നു എന്നാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ സർവാധികാരം ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കായിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വിശ്വാസിനിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസിയായിട്ടുള്ള അബൂ ഖൈസ് ഇബ്നുൽ അസ്തല അൽ അൻസ്വാരി എന്ന് പറയുന്ന സ്വഹാബി വഫാത്താകുന്നത്. അദ്ദേഹം വഫാത്തായ ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖുബൈഷ ബിൻത്ത് മുഅൻ അൽ അൻസാരിയ അവർ ജീവിച്ചിരിപ്പുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, അഥവാ ഖുബൈഷ എന്ന് പറയുന്ന ഭാര്യയിലല്ലാത്ത മറ്റൊരു ഭാര്യയിലുള്ള ഒരു മകൻ ഇവരെ സമീപിക്കുകയും ഇവരുടെ തലയിൽ കൊണ്ടുവന്ന് ഒരു തട്ടം ഇട്ടതിന് ശേഷം ഇന്നു മുതൽ നീ എൻ്റേതാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു എന്നാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇവർ വന്നുകൊണ്ട് പറയുന്നൊരു വർത്തമാനം, യാ റസൂലല്ലാഹ്, ഇന്ന അബാ ഖൈസ് തൂഫിയ, പ്രവാചകരെ അബൂ ഖൈസ്, എൻ്റെ ഭർത്താവായിരുന്ന അബൂ ഖൈസ് വഫാത്തായി പോയിട്ടുണ്ട്. വ വരിസ ഇബ്നഹു നിക്കാഹി, എൻ്റെ നിക്കാഹ് അദ്ദേഹത്തിൻ്റെ മകൻ അനന്തരമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വഖദ് അളർറബി വ തവ്വല അലയ്യ, അതെനിക്കൊരു ഉപദ്രവമാക്കിക്കൊണ്ടിരിക്കുകയും എൻ്റെ മേൽ കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഫലാഹു വ യുൻഫിഖു അലയ്യ, എനിക്ക് അവൻ ചിലവിന് തരുന്നില്ല. വലാ യുദ്ഖലു ബി, എൻ്റെ ആവശ്യങ്ങൾ അവൻ ശാരീരികമായ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നില്ല. വലാഹു വ യുഹല്ലി സബീലി, എന്നാൽ എൻ്റെ വഴിക്ക് ജീവിക്കാൻ എന്നെ അവൻ സമ്മതിക്കുന്നുമില്ല. ഇങ്ങനെ ഒരു പരാതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന സമയത്താണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് ഇതിൻ്റെ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്. സംഭവം ഏകദേശം ആ ആളുകളുടെ ഒരു സാമൂഹിക വ്യവസ്ഥ നമുക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ അവളുടെ അടുത്ത് വരികയും അവൾക്ക് മഹർ നൽകാതെ, കൃത്യമായി ഇസ്ലാം പറഞ്ഞ വിവാഹം കഴിക്കാതെ, തൻ്റെ പിതാവ് നൽകിയതോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുവായി മരണപ്പെട്ടു പോയ ആൾ നൽകിയതോ ആയ മഹർ തന്നെ അവളുടെ മഹറായി നിശ്ചയിച്ചുകൊണ്ട് ആ മഹറുമായി അവൾ മറ്റൊരു ജീവിതം തുടങ്ങാതിരിക്കാൻ, ആ പണം തൻ്റേതാക്കി അനുഭവിക്കാൻ, അത് അവൾ ഉപയോഗപ്പെടുത്താതിരിക്കാൻ അവളെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ അവളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു നടപടി അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഭർത്താവ് നൽകിയ മഹർ ഉപയോഗിക്കാൻ അവൾക്ക് അനുവാദം ലഭിക്കുന്നില്ല. പുതുതായി അവളെ ഏറ്റെടുക്കുന്ന ആൾ മഹർ നൽകുന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി
വ്യക്തമായ മനുഷ്യാവകാശ ലംഘനം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ നടത്തപ്പെടുന്ന കടന്നുകയറ്റവും കൃത്യമായി നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം കൃത്യമായി മനുഷ്യൻ്റെ അവകാശങ്ങളെ, പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ അവകാശത്തെ അവൾക്ക് വകവെച്ചു കൊടുക്കുകയും അത് ആ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹറാമാണ് എന്ന് അവർക്ക് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ അക്കർഹ. ഇങ്ങനെ അതിക്രമം കാണിച്ച് സ്ത്രീകളെ അനന്തരാവകാശം എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല. മാത്രമല്ല, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പിന്നീടുള്ള ജീവിതം അത് അവളുടെ അവകാശമാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം ഇസ്ലാം വകവെച്ച് നൽകുന്നത് അവൾക്കാണ്. ഭർത്താവിൻ്റെ കുടുംബത്തിനോ അവളുടെ കുടുംബത്തിനോ അല്ല, നേരെ മറിച്ച് ആ പെണ്ണിനാണത് വകവെച്ച് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 234-ാമത്തെ വചനത്തിൽ കാണാം, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ. നിങ്ങളിൽ ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് എങ്കിൽ ആ സ്ത്രീകൾ, ആ ഭാര്യമാർ യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശർ, അവർ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം. ഇവിടെ കൃത്യമായി 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇദാ ബലഅന അജ്ലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽതും ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫ്. ആ കാലാവധി കഴിഞ്ഞാൽ, ഇദ്ദ ആചരിക്കണം എന്ന് പറഞ്ഞ കാലാവധി കഴിഞ്ഞാൽ മാന്യമായ രൂപത്തിൽ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് അവൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. മറ്റൊരു വിവാഹം കഴിക്കുന്നതിനോ അതല്ല എങ്കിൽ ഇനി വിവാഹമേ വേണ്ട എന്ന നിലക്ക് ജീവിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള കുഴപ്പവും, അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ആ സ്ത്രീക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇതല്ലാത്ത ഒരു നടപടിക്രമം നിലനിന്നിരുന്ന ഒരു നാട്ടിൽ സ്ത്രീകൾക്ക് അവളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാതിരുന്ന ഒരു സ്ഥലത്താണ് കൃത്യമായി ഇസ്ലാം അവളുടെ അവകാശത്തെ വരച്ചു കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്, 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം നിരോധിക്കപ്പെടുന്നത്. അക്കാലമത്രയും ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം, ആത്മഹൂതി നടത്തണം. അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി നടന്നിരുന്ന ഇടത്താണ്. അത് 19-ാം നൂറ്റാണ്ടിൽ അത് നിലനിൽക്കെ 6-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി സ്ത്രീയുടെ അവകാശത്തെ വരച്ചു കാണിക്കുകയും അത് അവൾക്ക് വകവെച്ച് നൽകുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നത് ഇസ്ലാം സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ മതമാണ് എന്നാണ്. പലപ്പോഴും കേട്ടിരിക്കുന്ന നമുക്ക് പോലും തോന്നിപ്പോകാറുണ്ട്, ശരിയാണ്. പലരും ആലോചിച്ചു പോകാറുണ്ട് ഇതൊക്കെ ശരിയാണ് എന്ന ഒരു ധാരണ, ഒരു മിഥ്യാധാരണ. എന്താണ് ഇസ്ലാം അവൾക്ക് വകവെച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ, എന്തായിരുന്നു അവളുടെ അവസ്ഥ എന്ന് തിരിച്ചറിയാത്ത നമുക്ക് പോലും തോന്നിപ്പോകാറുണ്ട്. ഇസ്ലാമിൻ്റെ ടെർമിനോളജിയിൽ വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ വിളിക്കുക സയ്യിബ് എന്നാണ്. സയ്യിബായ ഒരു പെണ്ണിന് പുനർവിവാഹം ആലോചിക്കുകയാണ് എങ്കിൽ അവളുടെ വാക്കുമൂലമുള്ള അനുവാദം വേണം എന്നാണ്. അവൾ പറയണം എനിക്ക് വിവാഹത്തിന് അനുവാദമാണ്, സമ്മതമാണ് എന്ന് പറയുന്നിടത്ത് മാത്രമാണ് അവളെ പുനർവിവാഹത്തിന് കഴിയുകയുള്ളൂ എന്നാണ്. എന്നാൽ ബിക്റായിട്ടുള്ള കന്യകയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിവാഹാന്വേഷണം വരുന്ന സമയത്ത് അവൾ മൗനം അവലംബിക്കുകയാണ് എങ്കിലും അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. നാണം ഉള്ള ആളുകളായതുകൊണ്ട് ഒരു പക്ഷേ തുറന്നു പറയാൻ മടിയുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ പിതാവ് തനിക്ക് വേണ്ടി ഒരു വിവാഹ അന്വേഷണവുമായി വരുന്ന സമയത്ത് എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ വിവാഹം നടത്താനുള്ള അവകാശം വാപ്പക്കില്ല, വലിയ ആരാണോ അയാൾക്കില്ല എന്നുള്ളതാണ് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെണ്ണ് വരുന്നുണ്ട്. ജാഅത്ത് ബിൻതു നില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ആ പെണ്ണ് പറയുന്നത് ഫദക്കറത്ത് അന്ന അബാഹ സവ്വജഹ വഹിയ കാരിഹ, അവൾക്ക് ഇഷ്ടമില്ലാത്ത, അവൾക്ക് വെറുപ്പുള്ള ഒരു ആളുമായി വിവാഹം എൻ്റെ പിതാവ് ആലോചിക്കുകയും അത് നടത്തുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഫഖയ്യറഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വകവെച്ച് നൽകിയത് ആ പെണ്ണിനാണ്. ആ പെണ്ണാണ് തനിക്ക് വരനായി വരുന്ന ആളെക്കുറിച്ച് അവൾ സമ്മതമല്ല എന്ന് പറഞ്ഞാൽ അവിടെ വരെയും കൃത്യമായ അവകാശം പെണ്ണിന് ഇസ്ലാം വകവെച്ച് നൽകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പെണ്ണിനെ സമ്പൂർണമായും അനന്തരാവകാശം എടുക്കുകയും അവൾക്ക് അവളുടെ ഭർത്താവിലോ മക്കളിലോ അവളുടെ പിതാക്കന്മാരിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായ അനന്തര അവകാശങ്ങളും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൾക്ക് അനന്തരാവകാശ സ്വത്ത് ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും സമ്പത്ത് അനന്തരമെടുക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക ക്രമത്തിൽ സ്വന്തമായി സമ്പത്ത് ആർജിക്കാനും അല്ലെങ്കിൽ സ്വന്തമായി അനന്തരമായി സ്വത്ത് കൈവരിക്കാനും അത് തൻ്റെ ഇഷ്ടത്തിന് ചിലവഴിക്കാനും സാധ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവൾക്ക് അനന്തരാവകാശം ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നുണ്ട്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 11-ാമത്തെ വചനം, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടായി പറയുന്നത് യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ, 2 പുരുഷന്മാരുടേതിന് 2 സ്ത്രീകളുടേതിന് സമാനമായ അവകാശം ഒരു പുരുഷനുണ്ടാകും. അവിടെ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി സമ്പത്ത് നൽകിക്കൊണ്ട് അനന്തരാവകാശം നൽകിക്കൊണ്ട് ഇസ്ലാം അവരുടെ അവകാശത്തെ മാനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്ത് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 2-ാം ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമുണ്ട്. വലാ തഅ്ളുലുഹുന്ന ലിതദ്ഹബൂ ബിബഅലി മാ ആതൈതുമൂഹുന്ന. 2-ാമത്തെ ഭാഗം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയാണ് എങ്കിൽ അവൾക്ക് ത്വലാക്ക് നൽകാതെ അവളെ തടഞ്ഞു വെച്ച്, ത്വലാക്ക് നൽകാതെ തടഞ്ഞ് അവളെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് ത്വലാക്ക് നൽകിയാലുള്ള കുഴപ്പം? ത്വലാക്കാണ് സംഭവിക്കുന്നത് എങ്കിൽ പുരുഷൻ നൽകിയിട്ടുള്ള മഹർ ആ പെണ്ണ് തിരിച്ചു കൊടുക്കേണ്ടതില്ല, ആ മഹറുമായിട്ട് പോകാം. എന്നാൽ അവൻ നൽകിയ ആ മഹർ അവൾ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അവളെ ത്വലാക്ക് ചൊല്ലാതെ, എന്നാൽ അവളുടെ അവകാശങ്ങൾ അവൾക്ക് നൽകാതെ അവളെ പ്രയാസപ്പെടുത്തുകയും അവസാനം അവൾ ഇങ്ങോട്ട് ഖുൽഇന് ആവശ്യപ്പെടുകയും, ഖുൽഇ ആവശ്യപ്പെടുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹർ പെണ്ണ് പുരുഷന് തിരിച്ചു കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അവൻ കൊടുത്തത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവളെ അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന രീതിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പല വിധത്തിലുള്ള പരിഹാര ശ്രമങ്ങൾ നടന്നതിന് ശേഷവും ഈ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോവുകയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും ത്വലാക്ക് നൽകാതെ ആ പെണ്ണിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇനി പുരുഷൻ ത്വലാക്ക് നൽകാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് വാങ്ങിച്ചെടുക്കാനുള്ള മാർഗവും ഖുൽഇ എന്ന രൂപത്തിൽ അവകാശമായി സ്ത്രീകൾക്ക് വകവെച്ച് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ ആയത്തിലൊരു പ്രയോഗം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആതൈതുമൂഹുന്ന എന്നാണ്. നിങ്ങൾ അവർക്ക് നൽകിയത് എന്നാണ്. ആ പ്രയോഗം നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. പുരുഷന്മാരോടാണ് പറയുന്നത്, നിങ്ങൾ അവർക്ക് നൽകിയതുമായി അവർ പോകുന്നതിനെ തൊട്ട് തടയുക എന്നാണ്. എന്തല്ല, സ്ത്രീ വിവാഹിതയാകുന്ന സമയത്ത് അവൾ കൊണ്ടുവന്ന സ്വത്തുമായി അവൾ പോകുക എന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയില്ല. അഥവാ വിവാഹ മൂല്യത്തെക്കുറിച്ച്, മഹറിനെ കുറിച്ചല്ലാത്ത ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പരതിയാൽ നമുക്ക് കാണാനേ കഴിയില്ല. ഇത് നടക്കുന്നത് എപ്പോഴാണ്? ജാഹിലിയ കാലഘട്ടത്തിലെ സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു സമയത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പോലും അവിടെയുള്ള ആളുകൾ മഹർ നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ത്രീ പാരിതോഷികങ്ങളുമായി വിവാഹത്തിൽ കടന്നു വരിക എന്ന് പറയുന്ന ഒരു രീതി അവരിൽ നിലനിന്നിരുന്നില്ല എന്നാണ്. എങ്കിലും
അവരെ നമ്മൾ വിളിക്കുന്നത് അപരിഷ്കൃതർ എന്നാണ്, ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ആളുകൾ എന്നാണ്. എന്നാൽ പരിഷ്കൃതർ എന്ന് പറയുന്ന നമ്മുടെ രീതി എന്താണ്? പരിഷ്കൃതർ എന്ന് പറയുന്ന നമുക്കിടയിൽ മാത്രമാണ് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു രീതി കാണാൻ കഴിയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾ മഹർ ആവശ്യപ്പെടുക എന്നുള്ളതല്ലാതെ പുരുഷന്മാർ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന് ഒരു തെളിവുമില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശ്വാസിയാകുന്നതിന് മുൻപ് അദ്ദേഹം ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അന്ന് വിശ്വാസിയായിട്ടില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിശ്വാസിയാവുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ അടുക്കൽ വന്ന് വിവാഹം അന്വേഷിക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ അഭ്യർത്ഥനയെ നിരസിക്കുന്നുണ്ട്. നിരസിക്കുന്ന സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞതിനേക്കാൾ അധികം മഹർ മറ്റാരെങ്കിലും ഓഫർ ചെയ്തത് കൊണ്ടാണോ നീ എൻ്റെ വിവാഹ അഭ്യർത്ഥന നിരസിക്കുന്നത് എന്നാണ്. അവിടെയും പ്രയോഗം എന്തേ ഉള്ളൂ? പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന മഹറിനെ കുറിച്ചേ ഉള്ളൂ. അവിശ്വാസിയായ അല്ലെങ്കിൽ ജാഹിലിയത്ത് കയ്യിൽ കരുതുന്ന, സൂക്ഷിക്കുന്ന, അത് ജീവിതക്രമമാക്കിയിട്ടുള്ള അബൂ ത്വൽഹ പോലും പറയുന്നത് ഞാൻ നൽകിയ മഹർ പോരാഞ്ഞിട്ടാണോ എന്നാണ്. ഇവിടെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറയുന്ന ഒരു വർത്തമാനം, യാ അബാ ത്വൽഹ അമാ തഅലം അന്ന ആലിഹതകം യഅബുദുഹാ റജുലുൻ ഹജ്റുൻ ഖത്തഅത്. നിനക്കറിയില്ലേ, നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയവയാണ്. ഫഅയ്യി ഷൈഇൻ തർലാ ബിഹാദ, എങ്ങനെയാണ് അതിൽ തൃപ്തിപ്പെടാൻ കഴിയുക? അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാളെ എങ്ങനെയാണ് എനിക്ക് ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയുക? ഫഇൻ അസ്ലംത ഫദാലിക സദാഖി, നീ വിശ്വാസിയാവുകയാണ് എങ്കിൽ അതാണ് എനിക്ക് വേണ്ട മഹർ. അപ്പോൾ മഹർ ആരാ നിശ്ചയിച്ചത്? പെണ്ണ്. ആരോടാ ഇത് ആവശ്യപ്പെടുന്നത്? മുസ്ലിം അല്ലാത്ത അബൂ ത്വൽഹയോട്. പെണ്ണ് പറയാണ്, നീ വിശ്വാസിയാവുകയാണ് എങ്കിൽ അതാണ് എനിക്കുള്ള മഹർ എന്ന് പറയുകയും ലാ അസ്അലുക ഗൈറ, അതല്ലാതെ മറ്റൊന്നും എനിക്ക് നിന്നോട് ചോദിക്കാൻ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിശ്വാസിയാവുകയും അവർ കുടുംബജീവിതം നയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ ആ ജാഹിലിയത്തിൽ പോലും മഹർ എന്ന ഒരു പ്രയോഗമല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന അതിനൊരു വാക്കില്ല അറബിയിൽ, നിങ്ങൾക്കറിയാം. പിന്നെ പറയപ്പെടുന്നൊരു വാക്ക് എന്ന് പറയുന്നത് മഹറുൽ മഅകൂസ് എന്നാണ്. തലതിരിഞ്ഞ മഹർ എന്ന ഒരു പ്രയോഗമല്ലാതെ മഹറിന് ഒരു വാക്ക് പോലും നമുക്ക് അറബിയിൽ കണ്ടെത്താൻ കഴിയില്ല. ഇനി ജാഹിലിയത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ പോട്ടെ, അതിന് മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടോ? അതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ രൂപത്തിൽ പറയപ്പെടുന്ന, നമ്മുടെ നാട്ടിൽ ആചരിച്ചു പോരുന്ന ഒരു സ്ത്രീധനം ഉണ്ടോ? വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 27-ാമത്തെ വചനം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് ഒരു ഖിബ്തിയുമായി ഉണ്ടായ സംഘർഷത്തിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയും തുടർന്ന് അവിടെ നിന്ന് നാട് വിട്ടു പോവുകയും ചെയ്യുന്നൊരു സന്ദർഭമുണ്ട്. അങ്ങനെ നാട് വിട്ടുപോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നുപെടുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലാണ്. നമുക്ക് ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ അറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 പെൺകുട്ടികളെ കാണുന്നുണ്ട്. ആ പെൺകുട്ടികളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരിൽ ഒരാളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിവാഹം ആലോചിക്കുന്ന, വിവാഹം ഉറപ്പിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാല, ഷുഐബ് നബി പറയാണ്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈനി, എൻ്റെ ഈ 2 പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ നിനക്ക് വധുവായി വിവാഹം ചെയ്ത് തരാൻ ആഗ്രഹിക്കുന്നു. അലാ അൻ തഅജുറനി സമാനിയ ഹിജജ്, നീ അതിന് നൽകേണ്ട മഹർ എന്താണെന്നറിയോ? 8 വർഷം എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. 8 വർഷം എനിക്ക് വേണ്ടി എൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കണം എന്നുള്ളതാണ്. ഫഇൻ അത്മംത അശറൻ, അല്ലെങ്കിൽ നിനക്ക് 10 വർഷവും ആക്കാം, കുറക്കണില്ല. ഒരു പിതാവ് തൻ്റെ മകളെ വിവാഹം അന്വേഷിച്ചു വന്ന, അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകുന്ന ആളോട് പറയാണ്, എൻ്റെ മകളുടെ വിവാഹമൂല്യം എന്ന് പറയുന്നത് 8 വർഷത്തെ നിൻ്റെ അധ്വാനമാണ്.
അല്ലെങ്കിൽ 10 വർഷത്തെ നിൻ്റെ അധ്വാനമാണ് എന്ന്. ഇത് കൃത്യമായിട്ട് നോക്കൂ നിങ്ങൾ. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടോ? അവിടെയും ഈ രൂപത്തിലുള്ള ഒരു ഇടപെടൽ, ഇങ്ങനെയുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൽ എവിടെയും മഹർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അറബികളിൽ എവിടെയും മഹർ എന്ന് പറയുന്ന വിവാഹ മൂല്യത്തെ, വിവാഹ സമ്മാനത്തെക്കുറിച്ചല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാനേ കഴിയില്ല. എങ്കിലും നമ്മൾ ആ ആളുകളെ വിളിക്കുന്നത് അപരിഷ്കൃതർ എന്നാണ്, ഇരുണ്ട നൂറ്റാണ്ടിൽ ജീവിച്ചവർ എന്നാണ്. സ്ത്രീക്ക് അവളുടെ അവകാശം കൃത്യമായി പറഞ്ഞു കൊടുത്ത ആ മതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഈ മതം സ്ത്രീ വിരുദ്ധതയുടെ മതം എന്നാണ്. ഇത് സ്ത്രീയെ അടിമയാക്കി വെച്ച ആളുകളുടെ മതം എന്നാണ്. എന്നാൽ പരിഷ്കൃത സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ലോകത്ത് സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണ് വിവാഹ സമയത്ത് പുരുഷൻ ആഗ്രഹിച്ച പണവുമായി വീട്ടിലേക്ക് വരാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾക്കിരയായി ആത്മഹത്യ ചെയ്യേണ്ടി വരികയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്ത ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അത് മനുഷ്യന്മാർക്കിടയിലേ കാണാൻ കഴിയുള്ളൂ. അതും പരിഷ്കൃത സമൂഹത്തിലല്ലാതെ മുൻകാലങ്ങളിൽ എവിടെയും ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടന്നതായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന്. നിങ്ങൾ നോക്ക്, തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ 1 പവൻ സ്വർണവും ഒരു AC-യും നൽകാത്തതിൻ്റെ പേരിലാണ് ഭർത്താവിൻ്റെ തുടർച്ചയായ പീഡനങ്ങൾക്ക് വിധേയമായി ലോകേശ്വരി എന്ന് പറയുന്ന പെണ്ണിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഈ പേരിൽ ആത്മഹത്യ ചെയ്തവരും കൊല ചെയ്യപ്പെട്ടവരുമായ ആളുകളുടെ എണ്ണം പറയണില്ല. ഏറ്റവും അടുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടി അവസാനമായി അവളുടെ ഉമ്മക്ക് ആ വീട്ടിൽ ഭർതൃഗൃഹത്തിൽ ആ പെണ്ണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അവൾ എഴുതി വിട്ട മെസ്സേജ് അടക്കം, അതിനെ തുടർന്ന് അവൾക്ക് ജീവൻ വേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും. ഇതൊന്നൊന്നുമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും, ആലുവയിലെ മൂഫിയ അതിന് ഉദാഹരണമാണ്. നിയമത്തിലാണ് ബിരുദമുള്ളത്. നിയമബിരുദധാരിയായ ഒരു പെൺകുട്ടി പോലും അവളുടെ അവകാശങ്ങൾ, അതും സ്ത്രീധനം നിയമം വഴി നിരോധിച്ച ഒരു നാട്ടിൽ അവളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എങ്കിലും ഇതാണ് പരിഷ്കൃത സമൂഹം. ആരാണ് അപരിഷ്കൃതർ? മുസ്ലിം മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പിന്തുടരുന്നവരാരോ അവരാണ് സ്ത്രീ വിരുദ്ധർ. ഇതെങ്ങനെയാണ് യോജിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് നമുക്കും തിരിച്ചറിയില്ല. പക്ഷേ പലരും ഇസ്ലാമിനെ ആ സ്ത്രീ വിരുദ്ധതയുടെ ചാപ്പ കുത്തുമ്പോഴും നമുക്കും നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്നൊരു തോന്നൽ ശരിയാണ് എന്നാണ് എങ്കിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനങ്ങളെക്കുറിച്ച്, അവൾക്ക് വകവെച്ച് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ആ തെറ്റിദ്ധാരണകൾ നമ്മളാദ്യം തിരുത്തുകയും അത് തിരുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഈ പേര് വ്യാപകമായി പറഞ്ഞു കേൾക്കാറില്ല. സ്ത്രീധനം എന്ന് പറയുന്ന ഒരു പ്രയോഗം, അങ്ങനെ ഒരു പേര് ആരും പറഞ്ഞു കേൾക്കാറില്ല. കാരണം നിയമം നിരോധിച്ചിട്ടുള്ളത് സ്ത്രീധനമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരങ്ങോട്ട് മാറ്റി ഹദിയയാക്കി. വിവാഹ സമയത്ത് വധുവിൻ്റെ വാപ്പ നൽകുന്ന ഹദിയകൾ, സമ്മാനങ്ങൾ എന്ന് അതിൻ്റെ പേരും കോലവും ഒക്കെ നമ്മളൊന്ന് മാറ്റി. നമ്മൾ അറിയേണ്ടത്, ഹദിയകൾ നൽകുന്നത്
ഇസ്ലാമിൽ എതിരൊന്നുമല്ല. ഇസ്ലാം ഹദിയകൾക്ക്, സമ്മാനങ്ങൾക്ക് എതിരൊന്നുമല്ല. അത് ആർക്കും എപ്പോഴും ആർക്കും കൊടുക്കാം. വേണമെങ്കിൽ വധുവിൻ്റെ വാപ്പക്ക് വരനാകുന്ന ആൾക്കും കൊടുക്കാം, അവരുടെ കുടുംബക്കാർക്കും കൊടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എന്നാൽ ആ സമ്മാനം കിട്ടിയാലേ വിവാഹം നടക്കുകയുള്ളൂ എന്ന ഒരു നിബന്ധന ഉണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ പോളിഷ് ചെയ്ത് എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് സ്ത്രീധനത്തിൻ്റെ ഇസ്ലാം നിരോധിച്ച, ഹറാമാക്കിയ, അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത ആ സ്ത്രീധനത്തിൻ്റെ ഗണത്തിലാണ് പെടുക എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇതെപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക എന്നറിയോ? വിവാഹബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നോക്കണം. അപ്പോൾ ഹദിയൊന്നും ഉണ്ടാവില്ല. കൊടുത്തതെല്ലാം തിരിച്ചു വാങ്ങാൻ വേണ്ടി കോടതിയിൽ കേസ് പോകും, കൃത്യമായി കണക്ക് പറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കൊടുത്ത ഒരു സമ്മാനം തിരിച്ചു വാങ്ങുന്നത് ഛർദ്ദിച്ചത് വീണ്ടും തിന്നുന്ന നായയെ പോലെയാണ് എന്നാണ്. എന്നാലും കുഴപ്പമില്ല, പോയത് എനിക്കല്ലേ, അതും എൻ്റെ അധ്വാനത്തിൻ്റെ പൈസ അല്ലേ, അത് തിരിച്ചു കിട്ടണം എന്നുള്ളിടത്താണ്. അപ്പോൾ നമ്മുടെ രീതി മാറി, ഹദിയ എന്നുള്ളത് മാറി. പിന്നെ കേസുകളിൽ നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗം സ്ത്രീധനം എന്ന് ആകും. അപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകും, ഞാൻ ചോദിച്ചു വാങ്ങിയാലല്ലേ പ്രശ്നമുള്ളൂ എന്നാണ്. നേരിട്ട് ചോദിക്കണം എന്നില്ല, സൂചനകൾ നൽകിയാലും മതി. ഇപ്പോൾ ആരും നേരിട്ട് പോയിട്ട് എനിക്ക് ഇത്ര കിട്ടണം എന്നൊന്നും പറയാറില്ല. പല വിധത്തിലാണ് ആളുകൾ ഇത് പറ്റിക്കാൻ ശ്രമിക്കുന്നത്. പടച്ചവനെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ ഒരു വസ്തുത. ആളുകൾ ഇത്രേ പറയുള്ളൂ, മൂത്ത മകനെ ഇത്രയാണ് കിട്ടിയത്, അവൻ എൻജിനീയറാണ്, അവനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ കെട്ടിക്കാൻ പോണവൻ ഡോക്ടറാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. ഇത്ര പറയുള്ളൂ, അല്ലാതെ സ്ത്രീധനം പറഞ്ഞു വാങ്ങുമൊന്നുമില്ല. അല്ലെങ്കിൽ പറയാം, അവൻ്റെ പെങ്ങളെ കെട്ടിച്ചപ്പോൾ ഇത്രയായിരുന്നു കൊടുത്തത് എന്ന് പറഞ്ഞാൽ മിനിമം അതെങ്കിലും കിട്ടണം എന്നതാണ്. അപ്പോൾ നേരിട്ട് ചോദിക്കുന്നില്ല. പിന്നെ ചോദിക്കുന്നത്, മൂത്തവളെ കെട്ടിച്ചപ്പോൾ എത്രയായിരുന്നു കൊടുത്തേ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ അത്ര തന്നെയെങ്കിലും ഇളയവൾക്കും കൊടുക്കും എന്നായി, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട അവസ്ഥയായി. പിന്നൊരു വർത്താനമുണ്ട്, നിങ്ങളുടെ മകളല്ലേ, ഇഷ്ടമുള്ളത് കൊടുത്തോ. എന്നാലും ആരെങ്കിലും വേണ്ട എന്നൊരു വർത്താനം അത് പറയില്ല. എന്നാൽ സ്ത്രീധനം ചോദിച്ചോ? ഇല്ല. ഇങ്ങനെ നേരിട്ട് എൻ്റെ മകന് ഈ വിവാഹം നടത്തണമെങ്കിൽ ഇത്ര തരണമെന്ന് ചോദിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊരു നിബന്ധനയായി സൂചനകൾ നൽകിയാൽ വരെ അത് സ്ത്രീധനത്തിൻ്റെ ഗണത്തിലാണ് വരിക. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിൽ വിവാഹം നടക്കുമോ? വിവാഹം നടന്നാൽ തന്നെ ആ പെണ്ണിന്, ആ കുട്ടിക്ക് ആ വീട്ടിൽ സുഖമായി ജീവിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ ഇല്ലാത്ത ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ ഇതെവിടെയാണ് നടക്കുന്നത്? പരിഷ്കൃതരായ നമുക്കിടയിൽ, എല്ലാവിധ അത്യാധുനികതകളും ഉള്ള നമുക്കിടയിലാണ് ഇത് നടക്കുക. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ? വആത്തുന്നിസാ സ്വദഖാതഹുന്ന നിഖ്ല. സ്ത്രീകൾക്ക് അവൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച സ്വതക്കകൾ നൽകണം എന്നുള്ളതാണ്. മഹർ അവൾ ആവശ്യപ്പെടുന്നത് നൽകണം എന്നുള്ളതാണ്. സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്തിടത്ത് നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതുമല്ല, എൻ്റെ അവകാശങ്ങൾ അറിയുകയും എന്നാൽ അത് ചോദിക്കാൻ മടിച്ചു നിൽക്കുകയും ചെയ്യുന്നിടത്തും നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത അധികമാണ്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. മഹറേ ഉള്ളൂ കല്യാണത്തിൽ എന്ന് അറിയാത്ത ആരാണുള്ളത്? ആരുമില്ല. എന്നാൽ അതേ ഞാൻ തരുള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ആരാണുള്ളത്? ആരുമില്ല. അങ്ങനെ പറയാൻ ധൈര്യമുള്ള
പെൺകുട്ടികൾ ആരാണുള്ളത്, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ആരാണുള്ളത്? എല്ലാവർക്കും ഭയം പെണ്ണ് വീട്ടിൽ ഇരുന്ന് പോകുമോ എന്നുള്ളതാണ്. എന്നാൽ ഇത് അറിഞ്ഞ ഒരു സമൂഹം ഉണ്ടല്ലോ, എൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അത് നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചും അറിഞ്ഞ ഒരു സമൂഹം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് സ്ത്രീകൾ ഇങ്ങനെ മഹർ അധികമായി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചേർന്നിരുന്ന് ഒരു തീരുമാനത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്താണെന്നറിയോ? നമുക്കിതിന് ഒരു സ്ലാബ് നിശ്ചയിക്കണം, ഒരു പരിധി നിശ്ചയിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവും കൂടെയുള്ള സ്വഹാബിമാരും ഇങ്ങനെ ആലോചിച്ച് ഉമർ റളിയല്ലാഹു അൻഹു അതിങ്ങനെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു പെണ്ണ് എഴുന്നേറ്റ് നിന്നിട്ട്, ഒരു സ്വഹാബ വനിത റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒന്നിൽ പരിധി നിശ്ചയിക്കാൻ ഉമർ ആരാണ് എന്നാണ്. ആരോടാണ് ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാന്ന് പറയണത് തന്നെ വിറക്കും. അങ്ങനെയുള്ളിടത്ത് ഒരു പെണ്ണ് ചോദിക്കുകയാണ്, അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ പരിധി നിശ്ചയിക്കാൻ ഉമർ ആരാണ്? നമ്മളോ? നമുക്കങ്ങനെ ഒന്ന് ചോദിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇത് അറിയാത്തവരാണ് എങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. ഇതെല്ലാം കൃത്യമായി അറിയുന്ന ഒരു മഹല്ല് സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്നുള്ള, ഇപ്പോഴത്തെ കണ്ടീഷനിൽ പള്ളിയിൽ നിന്നുള്ള ഒരു സമ്മത പത്രത്തോടു കൂടി അല്ലാതെ നടക്കില്ല. അങ്ങനെ അവരെ സമീപിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായി ആയത്തുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ധാരണയുള്ള ആളുകൾ എന്താ ചെയ്യാറുള്ളത്? അതൊരു അവസരമായിട്ട് കാണലാണ് മിക്കവാറും ആളുകൾ. വാങ്ങുന്നതിൻ്റെ ഇത്ര ശതമാനം പള്ളിക്ക്, അതല്ലെങ്കിൽ ആ രജിസ്റ്റർ അങ്ങോട്ട് എടുക്കും. ഈ കുടുംബം ഇത്രയും കാലമായിട്ട് പള്ളിക്ക് നൽകാനുള്ള പൈസ എല്ലാം വസൂലാക്കാൻ കഴിയുന്ന ഒരു അവസരമായിട്ട് അതിനെ കാണും. ആ പൈസ അത്രയും അടക്കുക, കത്ത് കൊടുക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയാത്തത്? സ്ത്രീധനം വാങ്ങുന്ന കല്യാണമാണോ എന്ന് അന്വേഷിച്ചിട്ട് ഇതിന് പള്ളിയും മഹല്ലും കൂട്ടു നിൽക്കില്ല, കത്ത് തരില്ല എന്ന് പറയാൻ മഹല്ലുകൾക്ക് എന്താണ് കഴിയാത്തത്? കഴിയണം. അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹം നിലച്ചു പോകുമൊന്നുമില്ല. ഇപ്പോൾ തന്നെ വിവാഹത്തിന് സമ്മതിക്കുന്ന കാര്യത്തിൽ പെൺകുട്ടികൾ പുറകോട്ടാണ്. ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ്. അതിന് വേറെ പല കാരണങ്ങളുമുണ്ട്, വിശദമായി പറയേണ്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് സഹോദരിമാരോട് നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയും ബോധവും ഉണ്ടാകണം. പോരാ, ആ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നിടത്ത് ധൈര്യമുണ്ടാവുകയും വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് എല്ലാ കാലത്തും മരിക്കുന്നത് വരെയും ഒരു ഹറാം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അതിൻ്റെ അപകടം തിരിച്ചറിയണം. വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയിൽ പങ്കാളികളാകുവാനും തിന്മകളിൽ വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീക്ക് നാഥൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, അവരുടെ പ്രതിസന്ധികളെ അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു മൗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറ